ഹായ് 2025 പുറത്തിറങ്ങിയ രസകരമായൊരു ചലച്ചിത്രം ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ വീക്കെൻഡ് സിനിമാറ്റിക് യൂണിവേഴ്സിന്റെ ഭാഗമായി പുറത്തിറങ്ങിയ ചലച്ചിത്രം ഏറെ ശ്രദ്ധ പിടിച്ചുപറ്റിയിരുന്നു. ഇന്ദ്രനീൽ ഗോപാലകൃഷ്ണനും രാഹുൽജിയുമാണ് ചിത്രം എഴുതി സംവിധാനം ചെയ്തത്. സോഫിയ പോൾ ആയിരുന്നു പ്രൊഡ്യൂസർ. ധ്യാൻ ശ്രീനിവാസനും സിജു വിൽസനും അടക്കം നീണ്ട താരനിര തന്നെ ചലച്ചിത്രത്തിൽ ഉണ്ടായിരുന്നു. രസകരമായ ഈ ത്രില്ലർ ചലച്ചിത്രത്തിന്റെ വിശദമായ കഥയിലേക്ക് പോകുന്നതിന് മുമ്പ് സിനിമാ കഥകളൊക്കെ കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുക്കുകയും കമന്റ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യൂ. നമുക്ക് നേരെ കഥയിലേക്ക് കടക്കാം. കഥയാരംഭിക്കുന്നത് അശോകൻ എന്ന വ്യക്തിയെ പരിചയപ്പെടുത്തിക്കൊണ്ടാണ്. അശോകന്റെ വീട്ടിലേക്ക് നാരായണൻ, അതായത് ഉജ്ജ്വലന്റെ അച്ഛൻ, ഒരു വിവാഹാലോചനയുമായി ചെന്നതായിരുന്നു. ഉജ്ജ്വലന് വേണ്ടിയിട്ടാണ് വിവാഹാലോചന. പക്ഷേ അശോകന് അതിൽ വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. പ്രത്യേകിച്ച് പണിക്കൊന്നും പോവാതെ ഡിറ്റക്റ്റീവ് കളിച്ച് നടക്കുന്ന ഉജ്ജ്വലനോട് അയാൾക്ക് മതിപ്പ് കുറവായിരുന്നു. പക്ഷേ നാരായണൻ പറഞ്ഞു, കുടുംബത്തങ്ങനെ പണിക്ക് പോകേണ്ട ആവശ്യമൊന്നുമില്ല, പരമ്പരാഗതമായിട്ട് അവര് സമ്പന്നരാണ്, വേണ്ട സ്വത്തുക്കളുമുണ്ട്. ഉജ്ജ്വലനാണെങ്കിൽ ആകെ ചെയ്തിരുന്നത് ഒരു ലൈബ്രറി നടത്തി അത്യാവശ്യം ക്രൈം നോവൽസും ക്രൈം സിനിമകളും ഒക്കെ കണ്ട് അതിൽ ഇൻട്രസ്റ്റ് കയറി സമയം ചെലവഴിക്കലായിരുന്നു. നാട്ടിലെ ചെറിയ ചെറിയ മോഷണങ്ങൾ തെളിയിക്കലും എന്തിനേറെ ചെറിയ കേസുകളിലൊക്കെ പോലീസിനെ സഹായിക്കലുമൊക്കെ ഉജ്ജ്വലൻ ചെയ്യുന്നുണ്ട്. അതത്ര ഒരു ചെറിയ കാര്യമല്ലല്ലോ എന്ന ഭാവമായിരുന്നു നാരായണന്. പക്ഷേ വിവാഹമാലോചിച്ച പെൺകുട്ടിയുടെ അച്ഛനായ അശോകനാകട്ടെ അതിലൊന്നും തീരെ മതിപ്പുമില്ല. താൻ ആലോചിക്കട്ടെ. നാരായണൻ ചെല്ലുന്ന മട്ടിൽ അശോകൻ നാരായണനെ പറഞ്ഞയച്ചു. കഥ എവിടെ നിന്നും പോകുന്നത് പ്ലാച്ചിക്കാവെന്ന ആ ഗ്രാമത്തിലെ പോലീസ് സ്റ്റേഷനിലേക്കാണ്. കുറച്ച് പാവത്താന്മാർ പോലീസുകാരായിട്ടുള്ള ഒരു പാവം പിടിച്ച പോലീസ് സ്റ്റേഷൻ. SI ആയ സച്ചിനാകട്ടെ പ്രത്യേകിച്ച് കഴിവൊന്നുമില്ലാത്ത ഒരു മണ്ടനും. മാതൃകാ പോലീസ് സ്റ്റേഷനായാണ് പ്ലാച്ചിക്കാവ് സ്റ്റേഷൻ അറിയപ്പെടുന്നത്. ചെറിയ ചെറിയ മോഷണങ്ങളല്ലാതെ വലിയ ഒരു കേസ് പോലും അവിടെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുമില്ല. അങ്ങനെയിരിക്കെയാണ് ഒരു മാലമോഷണ കേസ് സ്റ്റേഷനിലേക്ക് എത്തുന്നത്. പൊതുവെ അത്തരത്തിൽ കേസ് വന്ന സച്ചിൻ നേരെ ഉജ്ജ്വലനെ വിളിക്കാൻ പറയും. അന്നും അത് തന്നെ സംഭവിച്ചു. ഉജ്ജ്വലൻ ആ മാലമോഷണ കേസ് അന്വേഷിക്കാൻ മാലമോഷണം പോയ വീട്ടിലെത്തി. അവിടെ വേണ്ട പരിശോധനകൾ നടത്തി. ഒടുവിൽ ഉജ്ജ്വലൻ കണ്ടെത്തി മാല അങ്ങനെ പുറത്ത് ആരും വന്ന് മോഷ്ടിച്ചിട്ടില്ല. മാല എടുത്തിരിക്കുന്നത് അവിടുത്തെ വളർത്തുപൂച്ചയാണ്. താൻ എങ്ങനെ അത് മനസ്സിലാക്കി എന്ന കാര്യം ഉജ്ജ്വലൻ വിശദീകരിച്ചു. ഉജ്ജ്വലൻ വീട്ടിൽ കയറി പരിശോധിക്കുന്ന സമയത്ത് അവിടെ അങ്ങിങ്ങായി പൂച്ചരോമം കണ്ടിരുന്നു. മാത്രമല്ല മാല നഷ്ടപ്പെട്ട ഇടത്തേക്ക് പൂച്ചയുടെ കാൽപ്പാടുകളുമുണ്ട്. പൂച്ചയെ കണ്ടെത്തി നോക്കിയപ്പോ പൂച്ചയ്ക്ക് സമീപം മാലയും ഉണ്ടായിരുന്നു. കാര്യം ഉജ്ജ്വലൻ ഇങ്ങനെ തക്കിട തരികിട പരിപാടികളൊക്കെ ആയിട്ട് പോവുകയാണല്ലോ. പക്ഷെ അവന്റെ അമ്മയ്ക്ക് അതിൽ വലിയ പരാതി ഉണ്ടായിരുന്നു. അവനോട് മര്യാദക്കൊരു ജോലി കണ്ടുപിടിക്കാൻ അമ്മ അന്ന് രാത്രി ഭക്ഷണം കഴിക്കുന്ന സമയത്ത് പറഞ്ഞു. കാര്യം അവന്റെ വിവാഹമൊക്കെ നടക്കണമല്ലോ. പക്ഷേ താൻ എന്തോ വലിയ ഡിറ്റക്റ്റീവാണ്, നാട്ടുകാർക്ക് വലിയ ഉപകാരമാണ് ചെയ്യുന്നത് എന്ന ഭാവത്തിലായിരുന്നു ഉജ്ജ്വലന്റെ മറുപടികളൊക്കെ. അമ്മ ഇരുന്ന ഇരപ്പിൽ അവനെ ഒന്ന് കളിയാക്കുന്നുമുണ്ട്. വലിയ ഡിറ്റക്റ്റീവ് പോയി പുറത്തെ ലൈറ്റ് ഒന്ന് ഓഫ് ചെയ്തിട്ട് വരാൻ. പക്ഷേ ഉജ്ജ്വലന് ഭയമാണ്. അമ്മയ്ക്കും അതറിയാമായിരുന്നു. ഇരുട്ടവൻ വലിയ പേടിയാണ്. പ്ലാച്ചിക്കാവ് ഗ്രാമത്തിന്റെ 50ാം പിറന്നാൾ എത്തുകയായിരുന്നു. അതിനോടനുബന്ധിച്ച് പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ചെയ്യാൻ അവിടുത്തെ ചാനലിന്റെ ആൾക്കാരെത്തി. റിപ്പോർട്ടറും ക്യാമറാമാനും ഉണ്ട്. ഇൻസ്പെക്ടർ സച്ചിൻ ആ നാടിനെ പറ്റിയും മറ്റും വിശദീകരിച്ച് പറയുന്നുണ്ടായിരുന്നു. ആ നാട്ടിൽ അത്രമേൽ സമാധാനമാണ് കുടികൊള്ളുന്നതെന്നും വലിയ ക്രൈമുകളൊന്നും ആ നാട്ടിൽ അന്നുവരെ സംഭവിച്ചിട്ടില്ലെന്നും. പക്ഷേ അന്ന് രാത്രിയായിരുന്നു നാടിന് നടക്കുന്ന ആ ക്രൈം നടക്കാനിരുന്നത്. നാരായണൻ പെണ്ണാലോചിച്ച് ചെന്ന അശോകനുണ്ടല്ലോ, ആ അശോകൻ രാത്രിയിൽ പാടത്തൂടെ വരികയായിരുന്നു. അപ്പോഴാണ് തലയൊക്കെ മറിച്ച് ചാക്കുകൊണ്ട് പ്രത്യേക മുഖം മൂടി ധരിച്ചിരുന്നൊരു വ്യക്തി അശോകന്റെ മുമ്പിലേക്ക് എത്തുന്നത്. അയാൾ അശോകനെ ചുറ്റിക കൊണ്ട് ക്രൂരമായി മർദ്ദിച്ച് കൊലപ്പെടുത്തി. പിറ്റേന്ന് ഗ്രാമം ഉണരുന്നത് തന്നെ ആ വാർത്ത കേട്ടിട്ടാണ്. എല്ലാവരും ഭയന്നിരുന്നു. SI സച്ചിനും ഉജ്ജ്വലനും അടക്കം അങ്ങോട്ടേക്കെത്തി. പോലീസ് സംഘം ആദ്യമായാണ് ഒരു കൊലപാതക കേസിനെ എതിരിടുന്നത്. എന്ത് ചെയ്യണമെന്ന് അവർക്ക് വലിയ പിടിയില്ല. ഫോറൻസിക്കിനെ വിളിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഉജ്ജ്വലൻ എത്തിയ ശേഷം സച്ചിനെ മാറ്റി വിളിച്ചുകൊണ്ടുപോയി ആൾക്കാരെ മാറ്റാനും മറ്റു കാര്യങ്ങളൊക്കെ വിശദീകരിച്ച് പറഞ്ഞു കൊടുത്തു. അപ്പോഴും ഫോറൻസിക്കിനെ വിളിക്കണം എന്ന് ഉജ്ജ്വലൻ പറയുന്നില്ല. ഉജ്ജ്വലൻ അവിടെയൊക്കെ നിരീക്ഷിച്ചപ്പോ ഉജ്ജ്വലന്റെ വീട്ടിൽ നിന്ന് കാണാതെ മോഷണം പോയ ഒരു ചെരുപ്പിന്റെ ഭാഗവും അവിടുത്തെ പ്രധാന കള്ളനായ അന്തിക്കുരുടൻ വലിക്കുന്ന തരം ബീഡിയുടെ ഒരു കുറ്റിയും കിട്ടുകയാണ്. അതോടെ അന്തിക്കുരുടനായിരിക്കും ഈ കൊലപാതകത്തിന് പിന്നിൽ എന്ന് ഉജ്ജ്വലൻ അങ്ങ് ഉറപ്പിച്ചു പറഞ്ഞു. സച്ചിനും നാട്ടുകാരുടെ സംഘവും അങ്ങനെ അന്തിക്കുരുടനെ പിടിക്കാൻ ചെന്നു. അന്തിക്കുരുടനാണെങ്കിൽ ഒരു പകൽ മോഷണത്തിലായിരുന്നു. നാട്ടിലെ ചെറിയ ചെറിയ മോഷണങ്ങൾ, ആടുമോഷണം, തേങ്ങാമോഷണം, അങ്ങനെയുള്ള മോഷണങ്ങളൊക്കെ നടത്തുന്ന വ്യക്തിയാണ് അന്തിക്കുരുടൻ. അന്തിക്കുരുടനെ കൊലപാതക കുറ്റം ആരോപിച്ച് പിടിക്കാൻ പോയതും അന്തിക്കുരുടൻ വിരുണ്ടു. താനത് ചെയ്തിട്ടില്ല എന്നൊക്കെ അന്തിക്കുരുടൻ പറയുന്നുണ്ടെങ്കിലും പോലീസ് അവനെ പിടിച്ചുകൊണ്ടുപോയി. അന്തിക്കുരുടനാണ്
ഉജ്ജ്വലനാണ് അശോകനെ കൊന്നത് എന്ന ഭാഗം ന്യായീകരിക്കാൻ അന്തിക്കുരുടനും അശോകനും തമ്മിലുണ്ടായിരുന്ന പ്രശ്നങ്ങളുടെ കാര്യങ്ങളൊക്കെ ഉജ്ജ്വലൻ വിശദീകരിക്കുന്നുമുണ്ട്. എന്തായാലും അതിന്റെ പേരിൽ നാട്ടുകാരുടെ ഒരു കയ്യടി ഉജ്ജ്വലന് കിട്ടി. ഉജ്ജ്വലനാണെങ്കിൽ അതിലൊക്കെ വല്ലാതെ ആസ്വാദനം കണ്ടെത്തുന്ന വ്യക്തിയാണ്, ഒപ്പം അഭിമാനിക്കലും. അധികം വൈകാതെ ഉജ്ജ്വലന്റെ അടുത്ത കൂട്ടുകാരൻ കുര്യൻ കൊറിയയിലെ ജോലിയൊക്കെ മതിയാക്കി നാട്ടിലേക്ക് എത്തിയിരുന്നു. ഉജ്ജ്വലനും കുര്യനും രാത്രി നടക്കാനൊക്കെ ഇറങ്ങി. ഉജ്ജ്വലന് രാത്രി പുറത്തിറങ്ങാൻ പേടിയാണല്ലോ. കുര്യനുള്ളതായിരുന്നു ഉജ്ജ്വലന്റെ ആകെ ധൈര്യം. പക്ഷേ ഉജ്ജ്വലൻ തനിക്ക് പേടിയാണ് എന്നുള്ള കാര്യം പുറത്തു കാണിക്കുകയേയില്ല. പിറ്റേന്ന് പുലർച്ചെ ഉജ്ജ്വലനെ തേടി അടുത്ത കേസ് എത്തി. അവിടുത്തെ ഒരു വീട്ടിൽ ആട് മോഷണം പോയിരിക്കുന്നു. ഉജ്ജ്വലൻ അവിടെ ചെന്ന് പരിശോധിച്ചപ്പോ അന്തിക്കുരുടൻ മോഷ്ടിച്ച ചെരുപ്പിന്റെ ഒരു ജോഡിയിലെ ഒന്ന് അവിടെ നിന്ന് കിട്ടുകയാണ്. അന്തിക്കുരുടൻ പിന്നെയും പുറത്തിറങ്ങിയോ എന്ന മട്ടിൽ ഉജ്ജ്വലൻ സംശയിച്ചു നിൽക്കെ ടിവിയിൽ വാർത്ത വന്നു. അന്തിക്കുരുടൻ ജയിൽ ചാടിയെന്ന്. നാട്ടുകാരൊന്നടങ്കം ആ വാർത്ത കേട്ടിരുന്നു. നാട്ടിലെ ജനങ്ങൾക്ക് അതോടെ ചെറിയ ഭയമൊക്കെ വരുന്നുണ്ട്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് അടുത്തയാൾ കൂടി കൊല്ലപ്പെടുന്നത്. അമ്പലത്തിൽ ഉത്സവം നടക്കുമ്പോ ഒന്ന് പുകയ്ക്കാൻ മാറിയ വ്യക്തിയായിരുന്നു മുഖം മൂടി വെച്ച കില്ലർ വന്ന് ക്രൂരമായി തലക്കടിച്ചും മറ്റുമായി കൊലപ്പെടുത്തിയത്. ചുറ്റിക കൊണ്ടായിരുന്നു ആക്രമണം. ഉജ്ജ്വലനും സംഘവും നാട്ടുകാരും തടിച്ചുകൂടി. ഉജ്ജ്വലൻ അവിടെ പരിശോധിച്ചു. ഇത്തവണ കില്ലർ നല്ല ദേഷ്യത്തിലാണ് കൊല നടത്തിയിരിക്കുന്നത്. കൊലയുടെ ഇന്റൻസിറ്റി നല്ല കൂടുതലാണ്. ശരീരത്തിലെല്ലാം തന്നെ വലിയ പാടുകളുണ്ട്. കില്ലർ നല്ല രീതിയിൽ സമയമെടുത്ത ഈ കൊലപാതകം നടത്തിയത്. ഈ സമയം നാരായണൻ ഉജ്ജ്വലനോട് ചോദിച്ചു, അന്തിക്കുരുടൻ ജയിൽ ചാടി എന്നല്ലേ പറഞ്ഞത്, അപ്പൊ ഇതും അവൻ തന്നെയായിരിക്കില്ലേ ചെയ്തേ? ഉജ്ജ്വലൻ പറഞ്ഞു, ഒരിക്കലുമല്ല, ഇതവൻ ചെയ്തതായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഉജ്ജ്വലന് മറ്റു പല സംശയങ്ങളും മനസ്സിൽ തോന്നി തുടങ്ങിയിരുന്നു. ഇപ്പോ കൊല്ലപ്പെട്ട ദിവാകരനും മുമ്പ് കൊല്ലപ്പെട്ട അശോകനും ഒരു നാട്ടുകാരാണെന്നതല്ലാതെ അവർ തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു കാര്യവുമില്ല. അതുകൊണ്ട് ഇതെല്ലാം വ്യക്തിവൈരാഗ്യം കൊണ്ട് നടന്ന കൊലപാതകങ്ങളാണെന്ന് പറയാനും പറ്റില്ല. രാത്രിയിൽ ഒറ്റയ്ക്ക് കിട്ടുന്ന ആൾക്കാരെ മൃഗീയമായി കൊല്ലുന്ന ഒരു സീരിയൽ കില്ലറാണ് ഈ നാട്ടിലുള്ളത് എന്നവൻ അതോടെ അങ്ങ് പറയുകയാണ്. ഇത് കേട്ട് അവിടെയുള്ള ഏവരും പേടിച്ചു. നാട്ടിലെ മണ്ടന്മാരായ പോലീസുകാരെ കൊണ്ടൊന്നും നടക്കില്ല എന്ന് മനസ്സിലാക്കിയ നാട്ടുകാര് നാട്ടിലെ അത്യാവശ്യം രാഷ്ട്രീയ പിടിപാടൊക്കെയുള്ള ഒരു വ്യക്തിയെ ചെന്ന് കണ്ടു. വർക്കി എന്നായിരുന്നു അയാളുടെ പേര്. ആള് നാട്ടിലെ മെമ്പറാണ്. വർക്കിയുടെ സ്വാധീനത്താൽ അങ്ങോട്ടേക്ക് കേസ് അന്വേഷിക്കാൻ പുതിയൊരു പോലീസ് സംഘം എത്തുന്നു. CI ശംഭു മഹാദേവും സംഘവും. നാട്ടിലെത്തിയ ശംഭുവിന് നാട്ടുകാർ വലിയ സ്വീകരണമായിരുന്നു കൊടുത്തത്. ശംഭു ആദ്യമേ തന്നെ നാട്ടുകാരോട് സംസാരിച്ച് നാട്ടുകാരെ കയ്യിലെടുക്കാനുള്ള ശ്രമം ആരംഭിച്ചു. താനിനി ഇവിടെയുള്ളപ്പോ ഒരു കൊലപാതകവും നടക്കില്ല എന്നൊക്കെ പറഞ്ഞ ശംഭു 1957 അമേരിക്കയിലും ഇതുപോലെ രാത്രി പുറത്തിറങ്ങിയ ആൾക്കാരെ കൊല്ലുന്ന ഒരു സീരിയൽ കില്ലർ ഉണ്ടായിരുന്നു. അന്ന് അവിടെയുള്ള ആൾക്കാർ ആ സീരിയൽ കില്ലറിനിട്ട പേര് ബോഗിമാൻ എന്നാണ്. ഇവിടെയും അതുപോലൊരു വ്യക്തിയാണുള്ളത് എന്നൊക്കെ വിശദീകരിച്ചു പറഞ്ഞു. താൻ മുമ്പും പലതവണ ഈ നാട്ടിൽ വന്നിട്ടുണ്ടെന്നും അതുകൊണ്ട് തന്നെ ഈ ഗ്രാമത്തിന്റെ ഒരു പ്രശ്നമുണ്ടായപ്പോ ഈ കേസ് ഞാൻ ചോദിച്ചു വാങ്ങിയതാണെന്നും ശംഭു കൂട്ടിച്ചേർക്കുന്നുണ്ട്. ശംഭു കേസ് അന്വേഷിക്കാൻ എത്തിയത് ഉജ്ജ്വലൻ അത്ര പിടിച്ചിരുന്നില്ല. അത്ര നാളും നാട്ടിലെ കേസൊക്കെ അന്വേഷിച്ച് തെളിയിച്ചിരുന്നത് ഉജ്ജ്വലനാണല്ലോ. എന്തായാലും ശംഭു പൂർണ്ണമായി കേസ് അന്വേഷണത്തിലേക്ക് കടന്നു. സച്ചിനോട് ആദ്യമേ തന്നെ അതുവരെയുണ്ടായിരുന്ന കേസിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ചോദിച്ചറിഞ്ഞു. കൃത്യമായ രീതിയിൽ ഫോറൻസിക് എവിഡൻസോ ഒന്നുമില്ലാത്തതുകൊണ്ട് ആ രീതിയിൽ മുമ്പോട്ട് പോകാൻ ശംഭുവിനും മറ്റും പ്രയാസമുണ്ടായിരുന്നു. എന്തായാലും ശംഭു ആദ്യഘട്ടത്തിൽ ചില കാര്യങ്ങൾ പറഞ്ഞു. ഗ്രാമത്തിലേക്ക് വരുന്നതും പോകുന്നതുമായ എല്ലാ വരികളും പോലീസിന്റെ നിരീക്ഷണത്തിലായിരിക്കണം. ആൾക്കാരെ നോട്ട് ചെയ്യുകയും വേണം. രാത്രിയിൽ ഇറങ്ങുന്നവരെയാണല്ലോ സീരിയൽ കില്ലർ കൊല്ലുന്നത്. അതുകൊണ്ട് രാത്രി 6:30 കടകളൊക്കെ അടച്ച് എല്ലാവരും വീട്ടിൽ കയറണം. ഒരാവശ്യവുമില്ലാതെ ആളുകളാരും പുറത്തിറങ്ങരുത്. ശംഭു വന്നതോടെ ഉജ്ജ്വലന് നാട്ടുകാരിൽ പലരുടെയും കളിയാക്കലുകളും കിട്ടാൻ തുടങ്ങി. ചായക്കടയിലിരുന്നപ്പോ പൊതുവെ എല്ലാവരെയും ചൊറിയുന്ന ചാണ്ടി എന്ന വ്യക്തി ഉജ്ജ്വലനെയും കേറിച്ചോറിഞ്ഞു. നിനക്ക് ഈ ആടും കിണ്ടിയും ഒക്കെ മോഷണം പോകുമ്പോ അത് കണ്ടുപിടിക്കാനുള്ള കഴിവേ ഉള്ളൂ. കൊലപാതകമൊക്കെ തെളിയിക്കാൻ കഴിവുള്ള പോലീസുകാർ തന്നെ വരണം എന്നൊക്കെ അയാൾ പറയുന്നുണ്ട്. കൂട്ടത്തിൽ ഉജ്ജ്വലന്റെ രാത്രി പേടിയെ പറ്റി പറഞ്ഞും ചാണ്ടി നന്നായിട്ട് കളിയാക്കി. ഒടുവിൽ ദേഷ്യം വന്ന ഉജ്ജ്വലൻ താനിരുന്ന ചായക്കടയിൽ നിന്ന് ഇറങ്ങിപ്പോരുകയായിരുന്നു ചെയ്തത്. ഉജ്ജ്വലൻ വീട്ടിലെത്തി. അപ്പോഴാണ് അറിയുന്നത് അവരുടെ വീടിനോട് ചേർന്ന് അടഞ്ഞു കിടക്കുന്ന ആന്റിയുടെ വീടുണ്ട്. അവിടെയാണത്രേ CI ശംഭു താമസത്തിനായി എത്തുന്നത്, അതും വാടകയ്ക്കെടുത്തുകൊണ്ട്. ഉജ്ജ്വലന് ആദ്യം കേട്ടപ്പോ ദേഷ്യം വന്നു. പക്ഷെ മുടക്കാൻ പറ്റില്ലല്ലോ. എന്തായാലും വീട് തുറന്ന് കാണിച്ചു കൊടുക്കാൻ ശംഭുവിന്റെ മുമ്പിലേക്ക് ഉജ്ജ്വലൻ ചെന്നു. ശംഭുവിന് മുമ്പിൽ കുറച്ചാളാവാനും വില കിട്ടുവാനും വേണ്ടി നാട്ടിലെ ചെറിയ കേസുകളൊക്കെ തെളിയിച്ചുകൊണ്ടിരുന്നത് താനാണ് എന്ന മട്ടിൽ ഉജ്ജ്വലൻ പറയുന്നുണ്ട്. പക്ഷെ ശംഭു ആകട്ടെ അതൊക്കെ പുച്ഛത്തോടെ തള്ളുകയായിരുന്നു ചെയ്തത്. ആ സമയത്താണ് അവിടെ ഒരു ബെഡ്ഷീറ്റ് കൊണ്ട് മൂടിയിട്ടിരുന്ന പഴയ ഫ്രിഡ്ജ് ശംഭു കാണുന്നത്. അതെടുത്തു മാറ്റി ഈ ഫ്രിഡ്ജ് വർക്കാവോ എന്ന മട്ടിലൊക്കെ ശംഭു ഉജ്ജ്വലനോട് ചോദിച്ചു. ആർക്കറിയാം എന്ന മട്ടിലായിരുന്നു ഉജ്ജ്വലന്റെ മറുപടി. ബാക്കി വീടൊക്കെ താൻ ഒറ്റയ്ക്ക് ചുറ്റി കണ്ടോളാം. ഉജ്ജ്വലൻ പൊക്കോ എന്ന് പറഞ്ഞ് ശംഭു ഉജ്ജ്വലനെ പറഞ്ഞുവിടുകയും ചെയ്തു. എന്തായാലും പോലീസുകാര് പ്ലാച്ചിക്കാവ് ഒട്ടുക്കും പോസ്റ്റർ ഒട്ടിച്ചു. രാത്രി 6:30 കഴിഞ്ഞാൽ ആരും പുറത്തിറങ്ങരുതെന്നും മറ്റുമുള്ള വിവരങ്ങൾ എഴുതിയ പോസ്റ്റർ. ഇതിനിടയിൽ CI ശംഭു ആകട്ടെ നിരന്തരം ഓടാൻ പോവുകയും എക്സസൈസ് ചെയ്യുകയും ഒക്കെ ചെയ്യുമായിരുന്നു. ഉജ്ജ്വലൻ ഇതൊക്കെ നോക്കിക്കാണുന്നുണ്ട്. ഉജ്ജ്വലൻ അന്വേഷിച്ചിട്ട് കിട്ടാത്ത
നഷ്ടപ്പെട്ട ആടിനെ വരെ ശംഭു കണ്ടെത്തി കൊടുത്തു. നാട്ടുകാർക്കിടയിൽ CI ശംഭുവിന് അത്യാവശ്യം നല്ല പേര് കിട്ടാൻ തുടങ്ങി. ഈ സമയത്ത് രാത്രി ഇറങ്ങുന്ന കില്ലറിനാകട്ടെ നാട്ടുകാരിയാരെയും കൊല്ലാൻ വേണ്ടി കൺമുമ്പിൽ കിട്ടിയതുമില്ല. നാട്ടിൽ ഒന്നടങ്കം മുട്ടിച്ചിരിക്കുന്ന പോസ്റ്ററും മറ്റും കില്ലർ നോക്കിക്കാണുന്നുണ്ട്. ശംഭു തന്റെ അന്വേഷണം നല്ല രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോകുന്നുണ്ടായിരുന്നു. കൊലപാതകം നടന്ന പ്രദേശങ്ങൾ അയാൾ പരിശോധിച്ചു. പക്ഷേ ക്രൈം സീൻ പ്രൊട്ടക്ട് ചെയ്തിട്ടില്ലാത്തതുകൊണ്ട് പല തെളിവുകളും നഷ്ടപ്പെട്ടു പോയിരുന്നു. CI ശംഭുവിന്റെയും സംഘത്തിന്റെയും അന്വേഷണത്തിൽ കില്ലർ ഒരു സൈക്കോപാത്ത് ആയിരിക്കും എന്ന മട്ടിലൊരു ആശയം ഉടലെടുത്തിരുന്നു. സച്ചിൻ അത് പറയാൻ ശംഭുവിന്റെ അടുത്തേക്ക് എത്തി. പക്ഷേ ശംഭു താനത് മുമ്പേ മനസ്സിലാക്കി എഴുതിയിരുന്നു എന്ന മട്ടിൽ തന്റെ ഫൈൻഡിങ്സ് എഴുതിയ പുസ്തകം കാണിച്ചു. അയാൾ എപ്പോഴും അന്വേഷിച്ച് അവിടെ എത്തിയിട്ടുള്ളൂ എന്ന മട്ടിൽ പുച്ഛത്തോടെയായിരുന്നു ഉജ്ജ്വലന്റെ സംസാരമൊക്കെ. ആ ഒരു സമയത്താണ് ശംഭു നാരായണനെ കാണാൻ വരുന്നത്. കുറച്ച് ചിക്കൻ പൊരിച്ചതൊക്കെയായിട്ടായിരുന്നു വരവ്. നാരായണനോട് കുശലാന്വേഷണം നടത്തുന്ന പോലെ ശംഭു സംസാരിക്കാൻ തുടങ്ങി. അശോകൻ കൊല്ലപ്പെട്ട രാത്രിയിൽ അവസാനമായി കാണാമെന്നത് നാരായണനെയായിരുന്നു. എന്തിനായിരിക്കും അശോകൻ നാരായണനെ കാണാൻ ആ രാത്രി അങ്ങനെ വന്നത് എന്ന് ശംഭു ചോദിച്ചപ്പോ എന്റെ മോനെ കല്യാണം ആലോചിച്ചു പോയിരുന്നെന്നും ഒരുപക്ഷെ അതിന്റെ വല്ല കാര്യത്തിനുമായിരിക്കും എന്ന് നാരായണൻ മറുപടി പറഞ്ഞു. ഇനി അതൊന്നുമല്ലെങ്കിൽ ഞങ്ങൾ സാധാരണ ചില വൈകുന്നേരങ്ങളിൽ കൂടാറുണ്ട്, അതിനുവേണ്ടി വരുന്നതായിരിക്കും എന്ന മട്ടിലായിരുന്നു നാരായണന്റെ മറുപടി. പിന്നാലെ ശംഭു ചോദിച്ചു, ദിവാകരൻ മരിച്ച സമയത്തും അമ്പലത്തിന്റെ പരിസരത്ത് സ്റ്റേജ് കെട്ടാനും മറ്റുമായി ചേട്ടനുണ്ടായിരുന്നല്ലേ? ആ, ഞാൻ ഉണ്ടായിരുന്നല്ലോ, നാരായണൻ മറുപടി പറഞ്ഞു. ഉജ്ജ്വലൻ ഇതൊക്കെ കേട്ട് അവിടെ വന്ന് നിൽക്കുന്നുണ്ടായിരുന്നു. ശംഭു എന്തർത്ഥത്തിലാണ് അത് ചോദിക്കുന്നത് എന്ന് നാരായണന് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. പക്ഷെ ഉജ്ജ്വലന് വേഗം മനസ്സിലായി. സാറന്താ എന്റെ അച്ഛനെ പ്രതിയാക്കാൻ നോക്കുവാണോ എന്ന മട്ടിൽ ഉജ്ജ്വലൻ എടുക്കും വഴിക്ക് ചോദിച്ചു. അത് കേട്ടപ്പോഴാണ് ഞെട്ടലോടെ കാര്യത്തിന്റെ സീരിയസ്നെസ് നാരായണനും മനസ്സിലാവുന്നത്. കൊലപാതകം നടന്ന സമയത്ത് അച്ഛൻ തന്റെ ഒപ്പം ക്ലബിലുണ്ടായിരുന്നെന്നും SI സച്ചിനും അത് അറിയാവുന്നതാണ്. സച്ചിനും അവിടെ ഉണ്ടായിരുന്നു എന്ന മട്ടിൽ ഉജ്ജ്വലൻ ശംഭുവിനോട് പറഞ്ഞു. പോലീസുകാരനായി പോയില്ലേ, ഇതൊക്കെ അന്വേഷിച്ചല്ലേ പറ്റൂ എന്ന മട്ടിലായിരുന്നു ശംഭുവിന്റെ മറുപടി. കൂട്ടത്തിൽ ഉജ്ജ്വലനടുക്കൽ വളരെ സീരിയസ് ആയി ശംഭു ഒരു കാര്യം കൂടി പറഞ്ഞു. കാണാതായ ആടിനെ ഞാൻ കണ്ടെത്തിയത് നിന്റെ വീടിന്റെ പുറകീന്നായിരുന്നു. താൻ തന്നെ മോഷ്ടിച്ച് താൻ തന്നെ കണ്ടുപിടിച്ചു കൊടുക്കുന്ന രീതിയാണോ താൻ ഫോളോ ചെയ്യുന്നത് എന്ന മട്ടിൽ കുത്തിക്കൊണ്ട് ശംഭു ചോദിച്ചു. ഉജ്ജ്വലിന് നല്ല ദേഷ്യം വന്നിരുന്നു. പക്ഷേ അന്ന് രാത്രിയിൽ പ്ലാച്ചിക്കാവിൽ മറ്റൊരു കൊലപാതകം കൂടി നടന്നു. അടുത്ത ദിവസം ബോഡി പ്രത്യക്ഷപ്പെട്ടതാകട്ടെ ഗ്രാമത്തിന്റെ അങ്ങാടിയിലെ മരത്തിൽ കെട്ടിത്തൂക്കിയ നിലയിലായിരുന്നു. പിറ്റേന്ന് രാവിലെ ആ കാഴ്ച കണ്ട് ഗ്രാമവാസികൾ ഞെട്ടിത്തെരിച്ചു. പോലീസുകാർ വന്ന് അന്വേഷിക്കാൻ ആരംഭിച്ചു. പക്ഷേ അന്വേഷണത്തിൽ അവിടെ നിന്ന് ഫിംഗർ പ്രിന്റ് ഒന്നും തന്നെ കിട്ടുന്നില്ല. കുറ്റവാളി മിക്കവാറും ഗ്ലൗസ് ധരിച്ചിട്ടുണ്ടാകും എന്ന് ഫോറൻസിക് ഉദ്യോഗസ്ഥർ പറഞ്ഞു. പിന്നെ അവിടെ നിന്നും ഒരു ഫുട് പ്രിന്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതാണെങ്കിൽ ഒരു റണ്ണിംഗ് ഷൂസിന്റേതാണ്. ആ ഗ്രാമത്തിൽ റണ്ണിംഗ് ഷൂസ് അധികമാരും ഉപയോഗിക്കാറില്ല. അത് കേട്ടതും അവിടെ ഉണ്ടായിരുന്ന ഉജ്ജ്വലന്റെ മനസ്സിൽ ചില ഡൗട്ടുകൾ തോന്നി. കാരണം ശംഭു ഈ നാട്ടിലേക്ക് വന്ന ശേഷം അയാൾ റണ്ണിംഗ് ഷൂ ഇട്ടോടുന്നത് ഉജ്ജ്വലൻ കണ്ടിട്ടുണ്ടായിരുന്നു. മാത്രമല്ല ഫോറൻസിക് ഉദ്യോഗസ്ഥർ പറഞ്ഞു ആ ഫുട് പ്രിന്റിന്റെ കൂടെ കുറച്ച് മണ്ണിന്റെ സാമ്പിൾ കിട്ടിയിട്ടുണ്ട്. അത് ഈ പ്രദേശത്ത് നിന്നുള്ളതല്ല, കാട്ടിലൊക്കെ കാണുന്ന തരത്തിലുള്ള പ്രത്യേകതരം മണ്ണാണ്. അതുകൊണ്ട് മറ്റൊരിടത്ത് വെച്ച് കൊലപാതകം നടത്തി ബോഡി ഇവിടെ കൊണ്ടുവന്ന് കെട്ടിത്തൂക്കിയതാകാം. ഫോറൻസിക് ഉദ്യോഗസ്ഥർ അത് പറഞ്ഞതും ശംഭുവിന്റെ കയ്യിൽ അയാൾ കറക്കിക്കൊണ്ടിരുന്ന പേന പെട്ടെന്ന് താഴെ വീണു. അയാൾ കുറച്ച് ടെൻഷനാവുന്ന പോലെ ഉജ്ജ്വലിന് തോന്നി. കൂടാതെ ഇത്രയും ഹൈറ്റില് ഈ ഡെഡ് ബോഡി ഹാങ് ചെയ്യണമെങ്കിൽ അയാൾ നല്ല ആരോഗ്യവാനായിരിക്കും, കരുത്തുള്ള വ്യക്തിയായിരിക്കും എന്നും കൂടി ഫോറൻസിക് ഉദ്യോഗസ്ഥർ പറഞ്ഞതോടെ ഉജ്ജ്വലന്റെ ഡൗട്ട് കൂടുകയാണ്. കാരണം ശംഭു നല്ല ഫിറ്റ് ബോഡിയുള്ള ഒരു വ്യക്തിയാണ്. ഉജ്ജ്വലൻ അവിടെ നിന്ന് മാറി ഒരിടത്തിരുന്ന് ഈ നടന്ന കാര്യങ്ങളൊക്കെ റീവൈൻഡ് ചെയ്ത് ചിന്തിക്കാൻ തുടങ്ങി. ശംഭു റണ്ണിംഗ് ഷൂ ഉപയോഗിച്ച് ഓടാൻ പോകുന്നതും നാട്ടിലേക്ക് വന്ന സമയത്ത് താൻ മുമ്പ് കുറെ തവണ ഈ നാട്ടിൽ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞതും ഫോറൻസിക് ഉദ്യോഗസ്ഥർ ഓരോന്ന് പറയുമ്പോൾ ടെൻഷനായി ശംഭുവിന്റെ കയ്യിൽ നിന്ന് പേന വീണതും എല്ലാം ഉജ്ജ്വലൻ ആലോചിച്ചു. ഇതെല്ലാം വെച്ച് അങ്ങോട്ടേക്ക് കടന്നു വന്ന ഉജ്ജ്വലൻ നാട്ടുകാരുടെ മുമ്പിൽ വെച്ച് ശംഭുവാണ് ഈ കൊലപാതകങ്ങൾ ചെയ്തത് എന്ന് വിളിച്ചു പറഞ്ഞു. താൻ കണ്ടെത്തിയ ഓരോ പോയിന്റും അവൻ നിരത്തി വിശദീകരിച്ചു. കൂട്ടത്തിൽ ആ ബോഡി കെട്ടിത്തൂക്കിയിരുന്ന ബെഡ്ഷീറ്റ് ശംഭുവിനിപ്പോ താമസിക്കാൻ കൊടുത്ത വീട്ടിലെ ഫ്രിഡ്ജിന്റെ മുകളിൽ കിടന്നിരുന്ന ബെഡ്ഷീറ്റ് ആയിരുന്നു എന്ന തരത്തിലും ഉജ്ജ്വലൻ പറയുന്നുണ്ട്. പക്ഷേ ശംഭു ഇതൊക്കെ നിഷേധിക്കുകയാണ്. റണ്ണിംഗ് ഷൂ താൻ മാത്രമല്ല ഉപയോഗിക്കുന്നത്, മറ്റാരെങ്കിലും ഉപയോഗിക്കുന്നുണ്ടാകും. പിന്നെ ഈ നാട്ടില് ഫിറ്റ് ബോഡി ആയിട്ടുള്ളത് എനിക്ക് മാത്രമല്ലല്ലോ, നിന്റെ അച്ഛൻ നാരായണനും നല്ല ഫിറ്റ് ബോഡിയല്ലേ എന്ന മട്ടിൽ ശംഭു ആരോപിച്ചു. പിന്നെ നീ പറഞ്ഞ ഒരു ബെഡ്ഷീറ്റ് അത് ഔട്ട് ഹൗസിൽ കണ്ടതായിട്ട് ഞാൻ ഓർക്കുന്നില്ല. അങ്ങനെ സംശയിക്കാനാണെങ്കിൽ എനിക്കും വേറെ ആൾക്കാരെ സംശയിക്കാമല്ലോ. ഏറ്റവും കൂടുതൽ തെളിവുകള് നിന്റെ അച്ഛനിലേക്കാ വിരൽ ചൂണ്ടുന്നത്. നിന്റെ അച്ഛനാണ് കൊലപാതകി എന്ന് ഞാൻ പറഞ്ഞാലോ? അച്ഛൻ കൊലപാതകം ചെയ്യുന്നു, മോനത് തെളിയിക്കുന്നു. അങ്ങനെ ആയിക്കൂടെ? ശംഭുവിന്റെ പല ചോദ്യങ്ങൾക്കും ഉജ്ജ്വലന് മറുപടി
ഉണ്ടായിരുന്നില്ല. ഉജ്ജ്വലൻ ആകെ പെട്ടുപോയി. നാട്ടുകാർ ഉജ്ജ്വലനെ കളിയാക്കാനും തുടങ്ങി. ഉജ്ജ്വലൻ വാശിയിൽ ശംഭുവിനോട് പറഞ്ഞു, നിങ്ങൾ ഈ കേസ് തെളിയിക്കുന്നതിന് മുമ്പ് ഞാൻ തെളിയിക്കുമെന്ന്. കഥ അവിടെ നിന്നൊരു ഫ്ലാഷ് ബാക്കിലേക്ക് പോകുന്നു. ഉജ്ജ്വലന് വളരെ വലിയ പേടിയുണ്ടല്ലോ രാത്രി പുറത്തിറങ്ങാനും മറ്റും. അതിന് പിന്നിലൊരു കാരണമുണ്ടായിരുന്നു. ഉജ്ജ്വലന്റെ കുട്ടിക്കാലത്താണ് ഉജ്ജ്വലൻ തന്റെ കൂട്ടുകാരൻ ദാസനൊപ്പം വീട്ടിൽ രാത്രി ഭക്ഷണം കഴിക്കുകയായിരുന്നു. ഉജ്ജ്വലൻ ചോറ് വേണ്ടെന്ന് പറഞ്ഞു. ആ സമയത്ത് അമ്മ വന്ന് ഉജ്ജ്വലനോട് പറഞ്ഞു, ഭക്ഷണം അങ്ങനെ കഴിക്കാത്തവരെ കോക്കാച്ചി പിടിച്ചോണ്ട് പോകുമെന്ന്. കോക്കാച്ചിനെ പറ്റി ഉജ്ജ്വലൻ അച്ഛനോട് ചോദിച്ചു. അച്ഛനാണെങ്കിൽ അവനെ ഒന്ന് പേടിപ്പിക്കാൻ കോക്കാച്ചിനെ പറ്റി വിശദമായി പറയുകയാണ്. തങ്ങളെപ്പോലെ മുതിർന്ന ആളുകളെ കോക്കാച്ചി പിടിക്കില്ലെന്നും കുട്ടികളെയാണ് പിടിക്കുന്നതെന്നും അച്ഛനും അമ്മയും പറഞ്ഞ കേൾക്കാത്ത കുരുത്തം കെട്ട പിള്ളേരെ പിടിച്ചുകൊണ്ട് പോവും, അത് താൻ നേരിട്ട് കണ്ടിട്ടുണ്ട് എന്നൊക്കെ അച്ഛൻ വിശദീകരിച്ചു പറഞ്ഞു. എങ്ങനെയാ കോക്കാച്ചി വരുന്നത് അറിയാൻ പറ്റുന്നേ എന്ന് ഉജ്ജ്വലൻ ചോദിച്ചു. അച്ഛൻ പറഞ്ഞു, കോക്കാച്ചി വരുമ്പോ ഒരു പ്രത്യേക മണവും പിന്നെ ഒരു കാലച്ചയുമൊക്കെ കേൾക്കാം. പക്ഷേ ഉജ്ജ്വലൻ അത് കേട്ട് ഭയക്കുകയായിരുന്നില്ല ചെയ്തത്. ഉജ്ജ്വലൻ ദാസനോട് പറഞ്ഞു, ആൾക്കാരുടെയൊക്കെ പേടി സ്വപ്നമായി കോക്കാച്ചിയെ നമുക്കങ്ങ് പിടിച്ചാലോ? അങ്ങനെ പിടിച്ചു കഴിഞ്ഞാ ഇവിടുത്തെ ഹീറോ നമ്മളാകും. ഇനി ആരെയും കോക്കാച്ചി പിടിച്ചോണ്ടും പോവില്ല. ദാസനാദ്യം ഭയന്ന് വേണ്ടെന്ന് പറഞ്ഞെങ്കിലും ഉജ്ജ്വലൻ നിർബന്ധിച്ചപ്പോ ദാസൻ കൂടെ നിൽക്കാമെന്ന് സമ്മതിച്ചു. അങ്ങനെ രാത്രിയിൽ ദാസനും ഉജ്ജ്വലനും കൂടി പുറത്തിറങ്ങി. അവര് നേരെ പോയത് ഒരു കാടിന്റെ ഉള്ളിലേക്കായിരുന്നു. ഉജ്ജ്വലൻ മുന്നേ നടന്നു, ദാസൻ പുറകെ ഉണ്ടായിരുന്നു. കുറച്ച് പിന്നിട്ടപ്പോ കുറച്ച് ശബ്ദങ്ങൾ കേട്ടു. പിന്നെ ദാസനെ കാണുന്നില്ല. ചുറ്റും എന്തൊക്കെയോ ശബ്ദങ്ങൾ മുറുകുന്നു. ഉജ്ജ്വലൻ ആകെ പേടിച്ചു വിറച്ചു. ഒടുവിൽ ഭയന്ന് ബോധരഹിതനായി അവൻ താഴെ വീണു. പിറ്റേന്ന് ബോധം തെളിയുമ്പോ ഉജ്ജ്വലൻ വീട്ടിലായിരുന്നു. പനിച്ചു വിറച്ച് കിടക്കുകയാണ്. ദാസനെ പറ്റി ചോദിച്ചപ്പോ ഇന്നലെ മുതൽ ദാസനെ കാണാനില്ല എന്നായിരുന്നു ഉജ്ജ്വലന് കിട്ടിയ മറുപടി. ഉജ്ജ്വലൻ ഇന്നലെ ഉണ്ടായ കാര്യങ്ങൾ പറഞ്ഞു. ദാസന്റെ അച്ഛനും അമ്മയും അലറി വിളിച്ച് അവിടെ നിന്ന് ഇറങ്ങിയോടുന്നുണ്ടായിരുന്നു. അന്നു മുതൽ ഇരുട്ടിനെയും രാത്രിയെയും ഉജ്ജ്വലന് പേടിയായി. ആ ട്രോമ ഇന്നും അവന്റെ ഉള്ളിൽ നിലകൊള്ളുന്നു. കഥ അവിടെ നിന്നും പ്രസന്റിലേക്ക് വരികയാണ്. ഉജ്ജ്വലൻ TV കാണുകയായിരുന്നു. ടിവിയിലെ പ്രോഗ്രാമിൽ കൊലപാതകങ്ങളെപ്പറ്റിയും ശംഭുവിനെ വെല്ലുവിളിച്ചിരിക്കുന്ന ഉജ്ജ്വലനെ പറ്റിയുമൊക്കെ റിപ്പോർട്ട് ഉണ്ടായിരുന്നു. ആ ഒരു സമയത്താണ് CI ശംഭു നാട്ടിലുള്ളവരുടെ മീറ്റിംഗ് വിളിച്ചു കൂട്ടുന്നത്. അവിടെ വെച്ച് എല്ലാവരോടുമായി അദ്ദേഹം സംസാരിച്ചു. നാട്ടുകാരൊക്കെ ഒരുപാട് ഭീതിയിലാണ്ടിരിക്കുകയാണ്. 3 കൊലപാതകങ്ങളാണല്ലോ നടന്നിരിക്കുന്നത്. മാത്രമല്ല ജീവിതത്തിന്റെ കാര്യങ്ങൾ തന്നെ താളം തെറ്റിയിരിക്കുന്നു. ശംഭു ഏവരെയും ആശ്വസിപ്പിച്ചു. പിന്നാലെ പറഞ്ഞു, കൊലപാതകങ്ങൾ തുടരുന്നതുകൊണ്ട് രാത്രിയിലാരും പുറത്തിറങ്ങാതിരിക്കുന്നതാണ് നല്ലത്. ഒരുപക്ഷെ നമ്മുടെ ഈ കൂട്ടത്തിൽ തന്നെ കൊലപാതകയുണ്ടാകും. ശംഭു അത് പറഞ്ഞതും നാട്ടുകാരൊക്കെ നോക്കിയത് ഉജ്ജ്വലന്റെ അച്ഛൻ നാരായണനിലേക്കായിരുന്നു. നാരായണനെ നാട്ടുകാരിൽ പലർക്കും സംശയമുണ്ടായിരുന്നു. ശംഭു മുമ്പ് ഉന്നയിച്ച കാര്യങ്ങളായിരുന്നു അതിന് ഹേതുവായതും. നാരായണനെന്ന് പരിപാടി കഴിഞ്ഞ് പോവാൻ നേരം തന്റെ വീടിന്റെ ഭാഗത്തേക്ക് പോകുന്നവരോട് വരാൻ പറഞ്ഞെങ്കിലും ആരും നാരായണനൊപ്പം പോവാൻ കൂട്ടാക്കുന്നുണ്ടായിരുന്നില്ല. നാരായണന് വല്ലായ്മ തോന്നി. തന്റെ മകൻ ഉജ്ജ്വലൻ അടുക്കൽ ചെന്ന് താൻ അവന്റെ കൂടെയുണ്ടെന്നും എങ്ങനെയെങ്കിലും നീ ഈ കേസ് തെളിയിക്കണം എന്നും അവന്റെ അച്ഛൻ ആവശ്യപ്പെടുകയാണ്. ആ സമയത്തായിരുന്നു അവരുടെ കുളത്തിൽ കുളിച്ചുകൊണ്ടിരുന്ന അന്തിക്കുരുടൻ കയറി വരുന്നത്. ജയിൽ ചാടിയെ പിന്നെ അന്തിക്കുരുടൻ അവിടായിരുന്നു ഒളിച്ചു കഴിഞ്ഞിരുന്നത്. പോലീസിനെ വിളിക്ക്, ഇവനെ പിടിച്ചുകൊടുക്കുന്ന നാരായണൻ പറഞ്ഞെങ്കിലും ആദ്യം അവൻ പറയുന്നത് കേൾക്കാൻ ഉജ്ജ്വലൻ അച്ഛനോട് പറഞ്ഞു. സംഭവം എന്തെന്നാൽ 3ാമത്തെ കൊലപാതകം നടക്കുന്നത് അന്തിക്കുരുടൻ നേരിട്ട് കണ്ടിരുന്നു. ഒരു കാടിന്റെ മറവിൽ അവൻ ഒളിച്ചിരിക്കുന്ന സമയത്തായിരുന്നു കൊലപാതകി അവിടെ വെച്ച് ഒരാളെ തലക്കടിച്ചു കൊല്ലുന്നത് അവൻ കണ്ടത്. കില്ലർ മുഖം മൂടി ധരിച്ചിരുന്നു. അന്തിക്കുരുടൻ പറഞ്ഞെടുത്ത് പോയി അവർ ചില അന്വേഷണങ്ങളൊക്കെ നടത്തി. കാര്യമായിട്ടൊന്നും കിട്ടിയില്ല. ഇതിനിടയിൽ ഉജ്ജ്വലൻ സച്ചിനോട് കഴിഞ്ഞ 3 കൊലപാതകങ്ങളുടെയും ഫോറൻസിക് റിപ്പോർട്ട് തനിക്കൊന്ന് ഒപ്പിച്ചു തരാൻ ആവശ്യപ്പെട്ടു. ഉജ്ജ്വലന് ശംഭുവിന്റെ കാര്യത്തിൽ സംശയമുണ്ടല്ലോ, അതുകൊണ്ട് അന്തിക്കുരുടനോട് ശംഭു താമസിക്കുന്നിടത്ത് കയറി ഒന്ന് പരിശോധന നടത്തണം എന്നും ഉജ്ജ്വലൻ ആവശ്യപ്പെട്ടിരുന്നു. അന്തിക്കുരുടൻ അപ്രകാരം ചെയ്തു. പക്ഷേ ശംഭു ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോ വീട്ടിലാരോ കയറിയ കാര്യം അയാൾക്ക് മനസ്സിലായിരുന്നു. ഉജ്ജ്വലനാണ് അതിന്റെ പിന്നിലെന്നും ശംഭു ഊഹിച്ചെടുത്തു. അന്തിക്കുരുടൻ പറഞ്ഞ കൊലപാതകം നടന്ന ഏരിയയിൽ പരിശോധന നടത്തിയപ്പോ ഒരു ചാക്കിന്റെ കഷ്ണം രക്തം പുരണ്ടത് അവർ കണ്ടെത്തിയിരുന്നു. അവര് പക്ഷെ അത് എടുത്തില്ല. അടുത്ത ദിവസം ഫോറൻസിക്കുകാര് പരിശോധനയ്ക്ക് വരുമ്പോ സച്ചിൻ അവരെ അങ്ങോട്ടേക്ക് കൊണ്ടുവന്ന് അത് കാണിച്ചു കൊടുക്കണമെന്ന് ഉജ്ജ്വലൻ പറഞ്ഞു. വിദഗ്ധമായി സച്ചിനും അപ്രകാരം ആർക്കും സംശയം തോന്നാത്ത രീതിയിൽ ഫോറൻസിക്കാരെ അങ്ങോട്ടേക്ക് എത്തിക്കുകയും രക്തം പുരണ്ട ആ ചാക്കിന്റെ കഷ്ണം കാണിച്ചു കൊടുക്കുകയും ചെയ്തു. അടുത്ത ദിവസം രാത്രിയിൽ കുര്യനും ഉജ്ജ്വലനും കൂടി ആ സ്ഥലം വീണ്ടും പരിശോധിക്കാനായി പോയി. അന്തിക്കുരുടനോട് ശംഭു വീട്ടിലുണ്ടോ എന്ന കാര്യം ഉറപ്പുവരുത്തി നോക്കണം എന്ന് നിർദ്ദേശിച്ചിട്ടായിരുന്നു ഉജ്ജ്വലൻ കുര്യന്റെ ഒപ്പം പോയത്. പക്ഷേ
പക്ഷെ ആ പോക്കിൽ കുര്യനും ഉജ്ജ്വലനും ഒരു സ്ഥലത്ത് വെച്ച് പരസ്പരം വിട്ടുപോയി. ഉജ്ജ്വലൻ ചെന്നുപെട്ടതാകട്ടെ കില്ലറുടെ മുമ്പിലേക്കായിരുന്നു. കില്ലറെ കണ്ട് ഉജ്ജ്വലൻ ഭയന്നോടി. ഒടുവിൽ താഴെ വീണു. കില്ലർ ഉജ്ജ്വലനെ കൊല്ലാനായി മുന്നിട്ട് വന്നതായിരുന്നു. പക്ഷേ കുര്യൻ ആ സമയം വിളിച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് വന്നതുകൊണ്ട് കില്ലറിന് പിന്മാറേണ്ടി വന്നു. ഉജ്ജ്വലൻ അക്ഷരാർത്ഥത്തിൽ ആ ഒരു അവസ്ഥയിൽ വല്ലാതെ ഭയന്നു വിറച്ചു പോയിരുന്നു. അതോടെ ഉജ്ജ്വലൻ ഒരു കാര്യം വ്യക്തമായി, ശംഭുവല്ല താൻ അന്വേഷിക്കുന്ന കൊലപാതകിയെന്ന്. കഥയുടെ ആദ്യ ഭാഗം ഇവിടെ അവസാനിക്കുകയാണ്. തുടർന്ന് കാണാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമല്ലോ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ.